ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു റോസൂസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പം ഇത് ചോറിന് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം പത്തിരിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളുടെ കൂടെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ രുചികരമായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണ്. പക്ഷേ ചോറിൻ്റെ കൂടെയും കഴിക്കാറുണ്ട്, ചോറിൻ്റെ കൂടെയും സംടൈംസ് കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഇതിൽ കഴിക്കുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ മീറ്റ് മാത്രമാണ് 3/4 കിലോ. അത് ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സവോള ഇട്ട് വഴറ്റണം. സവോള വന്നിട്ട് 2 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടോട്ടെ. ഇതൊരു പകുതി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ മല്ലിയിലൊന്നും ഉപയോഗിക്കില്ല, നമ്മൾ കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നത്. അത് നാടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് മല്ലിയിലൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഒരു ഗോൾഡൻ കളറ്, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണാണ് 2 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി വന്നിട്ട് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല വന്നിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ ഒരു റോസ് സ്മെല്ല് നന്നായിട്ട് മാറും. നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അതൊരു സ്മെല്ല് ഞാൻ എങ്ങനെ പറഞ്ഞു തരിക. കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതിയാവും കേട്ടോ, ഒരു 10-30 സെക്കൻഡ്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമില്ല. ഞാൻ ഒരു ഹോൾസ് ഉള്ള ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ചിക്കൻ വേവിക്കുമ്പോഴത്തേക്ക് വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിക്കനിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പം ഇത് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിലിരുന്ന് വേകുന്നതാണ് ടേസ്റ്റ് കൂടുന്നത്. നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ഒരു രുചി കിട്ടത്തില്ല. ഇത് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വഴറ്റുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണുന്നില്ലേ. പക്ഷേ ഇത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങി വന്നോളൂ. മൂടി വെച്ച് വേവിക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ചിക്കൻ കുക്കായിട്ടില്ല, കുക്കാവാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പകുതി കുക്കാവുന്ന സമയത്ത് ആ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉരുളക്കിഴങ്ങ് നമ്മുടെ ചിക്കനേക്കാളും വേവ് കുറവല്ലേ, അതുകൊണ്ടാണ് ചിക്കൻ കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സമയത്ത് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ഇതിൽ നിന്ന് തന്നെയാണ് വേകുന്നത്. ഇത് കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിക്കനിൽ നിന്ന് അത്രയും വെള്ളം ഇറങ്ങി വന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഉരുളക്കിഴങ്ങ് ഇച്ചിരി കൂടെ വേകാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതിൻ്റെ കൂടെ കിടന്ന് ചിക്കനിൽ കൂടെ കിടന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഉരുളക്കിഴങ്ങിലൊക്കെ പിടിക്കും. അപ്പം ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് കഴിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളാണെങ്കിലും ഒക്കെ ഉരുളക്കിഴങ്ങൊക്കെ കഴിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഉരുളക്കിഴങ്ങ് അത് പൊട്ടിച്ച് നോക്കി. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പരുവാണ്. ഒട്ടും തന്നെ ഇപ്പോൾ വെള്ളമില്ല, നല്ലൊരു ഗ്രേവി പരുവത്തിലിരിക്കുവാണ്. ഈ സമയത്ത്
1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് എടുത്ത തേങ്ങാപ്പാലാണിത്. ഇത് തലപ്പാലൊന്നും അല്ല, കുറച്ച് വെള്ളം ചേർത്ത് തന്നെ ഒരൊറ്റ പാലാക്കി ഞാൻ എടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ചാറ് കറിയായിട്ടല്ല, ഒരു അത്യാവശ്യം ചാറ് പോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പത്തിരിയുടെ കൂടെയും അതേപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഉരുളക്കിഴങ്ങ് ചേർത്തുകൊണ്ടാണ് നമ്മൾ തക്കാളി ചേർക്കാതിരുന്നത്. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ തക്കാളി ചേർക്കാറില്ല. ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറ്, ഉരുളക്കിഴങ്ങ് ചേർത്ത് ചെയ്യാറുണ്ട്. അപ്പം ഇതൊരു നാടൻ റെസിപ്പിയാണ്, മിക്കവരും തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ, ഒരുപാട് അങ്ങ് തിളച്ചങ്ങ് മറിയണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. 10 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറായിട്ടുണ്ട് ചിക്കൻ കറി. കാണാൻ തന്നെ എന്താ ഒരു രസമല്ലേ. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിന്ന് സെർവ് ചെയ്യുന്നത്, ഇന്നിപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പത്തിരിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം പത്തിരി റെഡി ആയിട്ടില്ല, ചിക്കൻ കറി മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ഇനി പത്തിരി ഉണ്ടാക്കണം അത്രയും. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ പത്തിരിയുടെ ഫോട്ടോ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ. അതേപോലെ സ്പൈസിയാണ്, ഓവർ സ്പൈസി അല്ല. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതങ്ങ് കോമ്പൻസേറ്റ് ആയിക്കോളും, കുട്ടികളൊക്കെ കഴിച്ചോളും, അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എൻ്റെ മോൻ ഇതിൽ കിടക്കുന്ന പൊട്ടറ്റോ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. താങ്ക്